friends, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു അരിപ്പൊടി വച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ കേട്ടോ. ആ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വരും ആ ഒരു അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്. കാരണം അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൺ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണിത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. പക്ഷെ എനിക്ക് അതിന്റെ താഴെ ഒരുപാട് ഡൗട്ട്സുകൾ വരുന്നുണ്ട്. അത് പറ്റുമോ, ഇത് പറ്റുമോ, അതില്ല, ഇതിന് പകരം ഇത് ഉപയോഗിക്കാമോ എന്നുള്ളത്. കൂടാണ്ട് ആ ഒരു വീഡിയോ എന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെ എത്ര വ്യൂസ് വന്നു. കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തൊരു ഒരു വീഡിയോ ആണ് അത്. അന്ന് എനിക്ക് മൊബൈലിൽ പിടിക്കാൻ അറിയാൻ പാടില്ല, ട്രൈപോഡ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടറിയാം, പകുതി ഭാഗം എന്റെ മുഖമൊന്നും അതിൽ കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ, ധൈര്യപൂർവ്വം കാണുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കമന്റ് ബോക്സിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്ക്. നല്ല വൃത്തികേടായിട്ടാണ്. പക്ഷെ ആ വീഡിയോ നല്ല വൃത്തികേടായിട്ടാണ് എടുത്തെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് അത്രയും നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ആ വീഡിയോക്ക് ഇത്ര പോപ്പുലാരിറ്റി വന്നത് കേട്ടോ. അപ്പൊ ഞാൻ കരുതി ആ വീഡിയോ ഒന്നും കൂടി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകളെല്ലാം ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ആദ്യം എടുക്കുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്, റൈസ് പൗഡറാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാല് കൂടി ചേർത്ത് കൊടുക്കുക. പച്ചപ്പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഫേസിലോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ മുഖത്ത് എല്ലായിടത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നിങ്ങളുടെ ഫേസിൽ എവിടെയൊക്കെയാണോ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളത് അവിടെയെല്ലാം നല്ല കട്ടിയിൽ തന്നെ പുരട്ടി കൊടുക്കണം. അരിപ്പൊടി നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറുകയും അതുപോലെ തന്നെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കും. പാല് ഒരു നാച്ചുറൽ ക്ലെൻസർ ആണ്. പാലിലുള്ള ലാക്ടിക് ആസിഡ് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന പാടുകൾ മാറ്റുകയും മുഖം നല്ല ബ്രൈറ്റൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റോളം ഉണങ്ങാൻ അത് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവുകയും നല്ല ബ്രൈറ്റൻ ആവുകയും ചെയ്യും. നിങ്ങൾക്കൊരു ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ ഈ ഒരു ഫേസ് പാക്ക് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നല്ല ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവും. ആ വീഡിയോയിൽ എനിക്ക് ഒരുപാട് വന്നേക്കുന്ന ഡൗട്ട്സ് ആണ്. നമുക്ക് അരിപ്പൊടിക്ക് പകരം കടലമാവ് യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമോ എന്നുള്ളത്. ഈ ഒരു ഫേസ് പാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകതയാണ്. ഒന്ന് നമ്മുടെ അരിപ്പൊടിയും അതുപോലെ തന്നെ പാലുമാണ്. രണ്ടും നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റനിങ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് വരുന്നത്. ഒരു പക്ഷെ നിങ്ങൾ അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾ ബേസൺ കടലപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത അരിപ്പൊടിയാണോ പച്ചരിപ്പൊടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരി പാടില്ല. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 ടൈപ്പിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യും, അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അരിപ്പൊടിയിൽ തരി പാടില്ല. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യല്ലേ. തരി ഉണ്ടെങ്കിൽ അതൊരു സ്ക്രബ്ബറായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്നും സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ആകെ സ്കിന്നൊക്കെ ആകെ വഷളായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് തരി ഇല്ലാത്ത അരിപ്പൊടി വേണം യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് പിന്നെ പാല് യൂസ് ചെയ്യാം. പാല് മിൽമ പാല് യൂസ് ചെയ്യാമോ, തിളപ്പിച്ച പാല് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പച്ചപ്പാല് മതി. മിൽമ പാലായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരം തൈരും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പാല് തന്നെയാട്ടോ. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു പാക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ സ്കിൻ കെയർ നോക്കാറുള്ളൂ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ഫേസ് പാക്ക് ഇടാറുള്ളൂ എന്നാണെങ്കിൽ
നിങ്ങൾക്ക് തരിയുള്ള അരിപ്പൊടി എടുക്കാം. തരിയുള്ള അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ഫേസ് അപ്ലൈ ചെയ്ത ശേഷം കഴുകിക്കളയുന്നതിന് മുമ്പ് കുറച്ചും കൂടി വെള്ളം തട്ടിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത ശേഷം കളയുക കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ നമുക്കൊരു പാക്കുമായി പ്ലസ് ഒരു സ്ക്രബിങ് കൂടിയായി. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഫേസ് പാക്ക് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ തരിയുള്ളതായാലും പ്രശ്നമൊന്നുമില്ല. വറുക്കാത്ത അരിപ്പൊടിയാണ് കുറച്ചും കൂടി എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് തോന്നുന്നു. പിന്നെ പാലിന് പകരം റോസ് വാട്ടർ ചേർക്കാമോ? അത് അത്ര റിസൾട്ട് ഉണ്ടാവില്ല. പാലിന് പകരം തൈര് ടൊമാറ്റോ ജ്യൂസ് ചേർക്കാമോ? അതിനും അത്ര റിസൾട്ട് ഉണ്ടാവില്ല. അരിപ്പൊടിയും പാലും ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരുവിധം എല്ലാ ഡൗട്ടുകളും ഞങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചോളൂ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും എന്തായാലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കൂടാണ്ട് നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ എടുത്ത് എനിക്ക് അയച്ചു തരിക. തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.